നശിപ്പിച്ചു. ഓരോരുത്തർ വന്ന് ഓരോന്നിങ്ങനെ ഒഴിവാക്കി പോവും. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കി വെക്കാൻ. ഒരു കാര്യം ഞാൻ പറയാം, 5-6 ദിവസമായി ഞാൻ മനുഷ്യപ്പറ്റി കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ആരും നോക്കാൻ ആളില്ലെങ്കിൽ പൈസ കൊടുത്ത ആളെ കിട്ടുവേ. അനക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടത് മുതൽ ഒന്ന് കാണണമെന്ന് കരുതി. എന്റെ മോളെ മൊഴിയല്ലാത്തിടത്തോളം കാലം ഈച്ചിന്റെ മരുമോൻ തന്നെ ആണല്ലോ. 12 പെണ്ണ് കെട്ടിയിട്ടും ഒരു പെണ്ണ് പോലും നോക്കാല്ലാത്ത എന്റെ ഈ അനുഭവം ഇതെല്ലാവർക്കും ഒരു പാടാവണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ മോളിഞ്ഞ് എന്നെ നോക്കും. അതെന്തിനാന്ന് എനിക്കറിയോ? എന്റെ മോക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിട്ടാ. കാരണം എന്റെ മോള് ജീവൻ കളഞ്ഞൊരുങ്ങിയതാ. അങ്ങനെ തെറ്റിന്റെ മോക്ക് പറ്റിപ്പോയി. അത് പടച്ചോൻ കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടും. ഇനി കിടന്ന കിടപ്പില് ചെയ്തു പോയ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പടച്ചോൻ മാപ്പ് തരും. സർവശക്തനായ തമ്പുരാൻ ദയാലുവും അതീവ കാരുണ്യവാനുമാണ്. അത് മറക്കരുത്. തെറ്റു പറ്റിപ്പോയതാ. കാര്യങ്ങളൊക്കെ റഹീം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. അവൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തം അവൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു കല്യാണത്തിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. നിങ്ങളോടും കുടുംബത്തിനോടും ഓന് വല്ലാത്തൊരടുപ്പം തോന്നി. ജബ്ബാറിനോടെല്ലാം പറഞ്ഞിനു. പിന്നെല്ലാം പടച്ചോന്റെ വിധിയല്ലേ. രണ്ടാം കെട്ടുകാരെന്ന് കണക്കാക്കാതെ സലീനാനെ ഞങ്ങളെ കുട്ടീനെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചൂടെ? ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഓൻ തന്നെയുള്ളൂ. ഓന് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ മല്ലാക്കാനെയും കുടുംബത്തെയും പെരുത്തി ഇഷ്ടപ്പെട്ടു. പൊന്നും പണ്ടും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പക്ഷേ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാകും. ബാപ്പ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനെന്തു പറയാനാ? നിങ്ങളെപ്പോലുള്ളൊരു കുടുംബത്തിക്ക് ഒരു കുട്ടിനെ കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞാ അതിലും വലിയ ഹൈറ് പിന്നെന്താ? അൽഹംദുലില്ലാ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. അസ്സലാമു അലൈക്കും. വരട്ടോ. ആ റഹീമിന്റെ ബാപ്പയാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇത്ര നല്ല ബന്ധമൊന്നും ഇനി നമുക്ക് കിട്ടൂല. വെറും കൈയോട് എന്റെ കുട്ടിനെ ഇറക്കി വിടണം ആലോചിക്കുമ്പോ സഹിക്കാൻ പറ്റണില്ല. പഠിച്ചോ എന്തെങ്കിലുമൊക്കെ മാറും കാര്യത്തിലായിരിക്കും. ഇത്ര തണ്ടും തടിയെല്ലാം മോണ്ടായിട്ടും ഈ വയസ്സുകാലത്ത് ഉപ്പ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. തെറ്റുകളൊക്കെ തിരുത്തി ഈ പഠിച്ചോ ഭാഗത്ത് തിരിച്ചു വന്നല്ലോ. ഇനിയുള്ള കാലം നന്മ ചെയ്ത് ജീവിക്കാൻ നോക്ക്. എന്നാ പിന്നെ അള്ളാന്റെ കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടാം.
കൊറേ നേരമായല്ലോ ബാപ്പി മോനും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കണേ. കഞ്ഞി എടുത്ത് വെച്ചിരിക്കണേ, ചൂടാറും. പോന്നാണി. പടച്ചവനുണ്ട് എന്നതിന് എന്താ ഒരു തെളിവ്? ആ പേരിലെ ജബ്ബാറിനെ കണ്ടച്ച് ഓനിൽ വന്ന ജീവിതമാറ്റം തന്നെയാണ് പടച്ചോണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ്. നിങ്ങളുടെ ഈ പടച്ചവന് എന്തുകൊണ്ട് എന്നിലൊരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല? എന്താ കോയ? നമ്മളെ ഉസ്മാന് സംശയം പടച്ചോണ്ടോന്ന്. പടച്ചോണ്ടെന്നില്ല എന്താ തെളിവ് എന്നാ പോൻ ചോദിക്കണേ. ആ എന്നാ ഒന്ന് മാറിക്ക്, ഉസ്മാന് ഞാൻ കാണിച്ചു കൊടുക്കാലോ. അള്ളാന്റെ വായു ഓസിക്ക് വലിച്ചേറ്റുമ്പോ ഇജൊന്നും പടച്ചോനെ കാണൂല. അത് 2 മിനിറ്റ് കിട്ടാന്നപ്പോ ഇജ് പടച്ചോനെ കണ്ടില്ലേ? ഇപ്പൊ പടച്ചോനെ കാണുകയും ചെയ്തു, മുഖത്തിന് മാറ്റവും വന്നു. അതെ, ഇവിടെ ഈ കുഞ്ഞിമൂതി മുല്ലാക്കാന്റെ വീട് എവിടെയാണ്? ദേ മൊല്ലാക്കാന്റെ എവിടുക്കാണ് ആ വണ്ടി പോണത്? അപ്പൊ എന്തോ മെച്ചണ്ട്. വാ ഞമ്മക്കും പോയോക്ക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉപ്പാന്റെ സ്നേഹിതൻ അബ്ദുല്ലാജിന്റെ മോന അൻവർ. എൻ്റെ ഉപ്പാനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതാ ഞാൻ. കണ്ടു മതിയായില്ല. ഓനെ എന്നെക്കാളും നേരത്തെ പഠിച്ചോൻ കൊണ്ടുപോയി. ഇരിക്കുമോനെ. അതൊന്നും സാരല്ല. പടച്ചവൻ കണക്കാക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ. ഉപ്പ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മരിക്കുന്നതിൻ്റെ മുമ്പുള്ള ഒസ്യത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനുണ്ടാവും എന്നും. ഇത് ഞാൻ എൻ്റെ ഉപ്പാക്ക് കൊടുത്ത വാക്കാണ്. അൽഹംദുലില്ലാഹ്. മക്കളെ ചായ എടുക്കി. അതൊന്നും ഇപ്പോൾ വേണ്ട, പിന്നീടാവാലോ. സെലീനാൻ്റെയും ജബ്ബാറിൻ്റെയും ഒക്കെ കല്യാണങ്ങൾക്ക് എന്നെ പ്രത്യേകം ക്ഷണിക്കുമല്ലോ. എന്ത് ഇതൊക്കെ? സാബിറാനെ കെട്ടിച്ചതിൻ്റെ കടം, കാസിമാജിൻ്റെ മുഖത്ത് നോക്കി സത്യം പറഞ്ഞതിന് പള്ളി കമ്മിറ്റി നിങ്ങളെ പിരിച്ചുവിട്ടതിന് വന്ന ബാധ്യതകൾ, കൂടാതെ സെലീനാൻ്റെ കല്യാണക്കാര്യം. എല്ലാറ്റിനും വേണ്ടത് കാശാണ്. അത് പടച്ചവൻ എൻ്റെ ബാപ്പാക്ക് വേണ്ടുവോളം കൊടുത്തു. നിങ്ങൾക്ക് വളരെ കുറച്ചല്ലേ തന്നുള്ളൂ. പടച്ചവൻ റഹ്മത്തും ബർക്കത്തും വേണ്ടുവോളം ചൊരിഞ്ഞപ്പോൾ നമ്മളെ കൂടെയുള്ളവരെ നമ്മൾ സഹായിക്കണ്ടോ എന്ന് നിരീക്ഷിക്കും. അത് പേടിക്കുന്ന ഒരു യഥാർത്ഥ മുസൽമാൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് ഇത് നിങ്ങൾ സ്വീകരിച്ചാൽ എനിക്ക് സമാധാനമാവും. നിങ്ങളെ സ്നേഹിതൻ അബ്ദുല്ലാജിക്കും. ആ അതുപോട്ടെ. എന്താ ജബ്ബാറെ, ദുബായ്ക്കൊരു വിസറിനോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അത് ചോദിക്കാണ്ടോ, 100 വട്ടം സമ്മതല്ലേ. അവിടെ ഷെയ്ഖിന്റെ ഗുണ്ടാകാനൊന്നല്ല കേട്ടോ. ആ പൊന്നാങ്കരക്കാരെല്ലാരും ഉണ്ടല്ലോ. ഇവരിപ്പോ ഇങ്ങോട്ട് വന്ന കാര്യം നമ്മളെ കോയ കണ്ടിട്ടുണ്ടാവൂലേ? ഏതായാലും നന്നായി. കാര്യങ്ങളൊക്കെ എങ്ങനെ ആയ സ്ഥിതിക്ക് സെലീനാന്റെ കല്യാണം ഞങ്ങള് പൊന്നാങ്കരക്കാര് മൊത്തം ഒരു ആഘോഷമായിട്ടാണ് മാറ്റുക. പൊന്നാങ്കര മുഴുവൻ പന്തലിടുക. അതിന്റെ കോയിന്റെ കാര്യം നമ്മളേറ്റ്. പടച്ചോന്റെ ഖജനാവില് ഒരുപാടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. അതിപ്പോ എൻ്റെ സ്നേഹിതന്റെ മന്റെ രൂപത്തില് എൻ്റെ അടുത്ത് വന്നിക്കണം. അതുകൊണ്ട് എല്ലാം പടച്ചോനിലർപ്പിച്ച് അധികം ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ കല്യാണം നടത്താം.
എന്താ ഉസ്മാനെ? പൊന്നാര മൊല്ലാക്ക, ഞാൻ പഠിച്ചോനൊന്ന് ശരിക്കും കണ്ട്. ജബ്ബാറ് കാണിച്ചു തന്നു പഠിച്ചോൻ എനിക്ക്. മൊല്ലാക്ക 6 കൊല്ലം കൊണ്ട് ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞ ഇന്റെ ഈ നട്ടല് ഈ ഊര 1 മാസം കൊണ്ട് ശരിയായി. ഇനി ഈ കോമ് പടച്ച റബ്ബാണ് സത്യം, മൊല്ലാക്കാണ് സത്യം. ഈ കോമ് ആത്മഹത്യ ചെയ്യണ പ്രശ്നല്ല.